ഹേ ഹലോ ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും രാവിലെ പതിവ് പോലെ തന്നെ നേരത്തെ അല്ലാതെ വഴുകി എണീറ്റു കേട്ടോ. എന്തോ അലാറൊന്നും സെറ്റായിട്ടില്ല. അങ്ങനെ എണീറ്റ് കുറച്ച് നേരം ഫ്രണ്ടിലൊക്കെ വന്നതിന് ശേഷം ഞാനത് അടുക്കളയിലേക്ക് പോയിട്ട് 2-3 ദിവസമായി നമ്മൾ വിറകടുപ്പ് കത്തിച്ചിട്ട്. അപ്പോൾ ഇന്ന് വിറകടുപ്പിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വിറകടുപ്പ് കത്തിച്ചിട്ട് കഴിഞ്ഞ ദിവസം അച്ഛൻ വന്നപ്പോൾ കുറച്ച് വിറക് കൊണ്ടുവന്നായിരുന്നു. അതൊക്കെ പുറത്തിരുന്ന് വെച്ചായിരുന്നു. അതിൻ്റെ അമ്പാടി എണീറ്റ് വന്നിട്ട്, ഞാൻ അമ്പാടി എൻ്റെ കൂടെ തന്നെ എണീറ്റ് വരുന്ന ഒരാളാണ്. അങ്ങനെ അവൻ എണീറ്റ് വന്നു. അപ്പോൾ ഇന്ന് പത്തിരിയും മുട്ടക്കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പത്തിരി വാട്ടാനുള്ള വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ സവാളയൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. അങ്ങനെ വെള്ളം തിളച്ച് ഉപ്പിട്ടിട്ട് ഇതാ പത്തിരിപ്പൊടി, അതായത് അരിപ്പൊടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. പത്തിരിക്ക് മുട്ട റോസ്റ്റാണ് കേട്ടോ എനിക്ക് ഏട്ടനൊക്കെ ഇഷ്ടം. പിന്നെ മക്കൾ മുട്ട റോസ്റ്റ് കഴിക്കില്ല, എൻ്റെ ഉള്ളിയൊക്കെ ഒരു ഭാഗത്ത് വയ്ക്കും. അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാക്കണം, മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടോ. അപ്പോൾ പിന്നെ ആ ചൂടോട് കൂടി തന്നെ നമ്മുടെ ആ മാവ് കുഴച്ചെടുക്കണമല്ലോ. അപ്പം ഞാൻ പത്തിരി ഉണ്ടാക്കാനും ഒക്കെ പഠിച്ചത് ഏട്ടൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ അങ്ങനെ പത്തിരി ഒന്നും എപ്പോഴും ഉണ്ടാക്കാറില്ല, എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് ഉണ്ടാക്കാറുള്ളത്. എന്ത് ചെയ്യും മലയാ? ഒന്നും ചെയ്യില്ല, പോയി ഡ്രസ്സ് ഇടും. ഡ്രസ്സോ? അമ്മ ഡ്രസ് ഇട്ടാ അമ്മ കായ് കഴിക്കുവാ. അതിനിടയിൽ അമ്പാടി ഇതാക്കണം ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് രാവിലെ തന്നെ എണീറ്റ് വന്നിട്ട്. അപ്പോൾ ഏട്ടൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നാണ് ഞാൻ പത്തിരി ഉണ്ടാക്കാനൊക്കെ നന്നായിട്ട് പഠിച്ചത് കേട്ടോ. അപ്പോൾ അമ്മ നന്നായിട്ട് പത്തിരി ഉണ്ടാക്കും, കുഴയ്ക്കും, അതിൻ്റെ ഒരു രീതിയിൽ തന്നെ കുഴയ്ക്കും കേട്ടോ. അപ്പോൾ അത്ര കുഴയ്ക്കലൊന്നും എനിക്കറിയില്ല, എന്നാലും ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ പത്തിരി ഉണ്ടാക്കിയിട്ടോ. കുറേ ദിവസം നമ്മൾ പത്തിരി ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെ പത്തിരിയൊക്കെ ചുടുന്നതിൻ്റെ ഇടയിലാകണം കിച്ച് വേഗം പോയി കുളിച്ചിട്ട് വിളക്ക് വെക്കുന്നുണ്ട്. രാവിലെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവനാണ് കേട്ടോ വിളക്ക് വെക്കുന്നത്. അപ്പോൾ ഞാനിതാക്കണോ, ഞാൻ വേഗം മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടയിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ് അതൊക്കെ ഇട്ടിട്ടോ. പിന്നെ തേങ്ങ അരച്ചിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതിൽ തേങ്ങയിൽ നമ്മുടെ ഗ്രാമ്പു, പട്ട, ഏലക്കായ ഉണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് അരച്ചെടുത്തു കേട്ടോ. അങ്ങനെ മക്കൾക്ക് വേഗം ഞാൻ മുട്ടക്കറിയും പത്തിരിയും അവർക്ക് കൊടുത്തതിന് ശേഷം ഞാൻ അവിടെ തന്നെ വേഗം പാത്രങ്ങൾ കഴുകി വെച്ചിട്ടോ. അപ്പോൾ പാത്രം കഴുകി വെച്ചിട്ട് വേണം എനിക്ക് ചായ കുടിക്കാൻ. കാരണം ചായ കുടിക്കാൻ ഇരുന്നിട്ട് പിന്നെ പാത്രം കഴുകാനുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് എനിക്കായിട്ട് തോന്നുന്നത് പാത്രം കഴുകി വെച്ചിട്ട് ചായ കുടിക്കാതിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെയാണ് നമുക്ക് ഫോണോ കണ്ട് ചാടിക്കുക, TV കണ്ട് ചാടിക്കുക, അല്ലെങ്കിൽ നമ്മൾ തിരക്ക് പിടിച്ച് ചാടിക്കണം. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്ര അടുത്തായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.